എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട ഈ ഉദ്ഘാടന ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ CG സതീഷ് കുമാർ, ഇന്നത്തെ വിശിഷ്ട അതിഥി പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ വിഷ്ണു ശേഷശങ്കർ, പുത്തുകുരിശ് മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ റിജി, ക്ഷേത്ര കൺവീനർ ശ്രീ ദിലീപ് കുമാർ, മറ്റ് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ഈ ലളിതമായ ചടങ്ങിൽ 21ാമത് കുംഭഭരണി സംഗീതോത്സവം ആരംഭിക്കുകയാണ്. നമ്മളിൽ പലർക്കും അറിയാം, 20 വർഷം മുമ്പ് ഒട്ടേറെ പേരുടെ പ്രേരണയാലും ഉപദേശത്താലും ആരംഭിച്ച ഒരു ചടങ്ങാണ് ഈ ക്ഷേത്രത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമായിട്ടുള്ള കുംഭമാസത്തിലെ ഭരണി നാളിൽ സംഗീതം അല്ലെങ്കിൽ സംഗീത ഉപകരണം ശാസ്ത്രീയമായി അഭ്യസിച്ചവര് ഭഗവതിയുടെ മുന്നിൽ അത് അർച്ചനയായി നടത്തുന്നത്. പലപ്പോഴും അതായത് ഇപ്പൊ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് വരെ നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒട്ടേറെ പേര് അതിൽ സഹകരിക്കുന്നുണ്ട്. മൂകാംബിയെ പോലെ, ചോറ്റാനിക്കര പോലെ മൂലമന്ത്രത്തിൽ ഏതാണ്ട് അതേ ചൈതന്യത്തോടെ നിലനിൽക്കുന്ന പുത്തങ്കാവിലമ്മയുടെ സന്നിധിയിൽ സംഗീതാർച്ചന അർപ്പിക്കുന്നതിന് ഒട്ടേറെ പേര് മുന്നോട്ട് വരുന്നുണ്ട്. ഓരോ വർഷവും പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ അല്ലെങ്കിൽ കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയാണ് നമ്മുടെ ഉദ്ഘാടനത്തിനായിട്ട് നമ്മൾ സാധാരണയായിട്ട് ക്ഷണിക്കുന്നത്. അതിൽ ഈ വർഷത്തെ ഏറ്റവും പ്രത്യേകത നമ്മുടെ സ്വന്തം നാട്ടുകാരനായ, അതുപോലെ തന്നെ നമ്മുടെ ഭഗവതിയുടെ ഭക്തനായിട്ടുള്ള ശ്രീ വിഷ്ണുവിനെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വിഷ്ണുവിൻ്റെ ഒപ്പം വിഷ്ണുവിൻ്റെ അമ്മാവൻ ശ്രീകുമാറും മുത്തശ്ശി ലക്ഷ്മികുട്ടി ചേച്ചി എല്ലാം വന്നിട്ടുണ്ട്. സൂപ്പർ ഹിറ്റായ, നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടത്തോടെ കണ്ട മാളികപ്പുറം സിനിമയും അതിനുശേഷം സുമതി വളവും അടുത്തടുത്ത് സൂപ്പർ ഹിറ്റായ 2 ചിത്രങ്ങളാണ്. അതിന്റെ സംവിധായകൻ എന്ന രീതിയിൽ തന്നെ മുൻനിര സംവിധായകരുടെ ഒപ്പം നിൽക്കുന്ന ശ്രീ വിഷ്ണു ഇപ്പോ മറ്റൊരു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തനത്തിൽ തന്നെയാണ്. ഈ ഒരു സമയത്താണ് സമയം കണ്ടെത്തി ദേവീ സന്നിധിയിൽ ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത്. വളരെ സ്നേഹത്തോടെ, വളരെ ആദരവോടെ, ഒപ്പം വിഷ്ണുവിന്റെ പ്രോജക്റ്റുകളെല്ലാം വൻ വിജയമായി തീരട്ടെ എന്ന്, അതിനുവേണ്ടി ഭഗവതി അനുഗ്രഹിക്കട്ടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ ഈ ചടങ്ങിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിന്റെ അധ്യക്ഷൻ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് CG സതീഷ് കുമാറാണ്. സ്ഥാനത്തേക്കാളുപരി എല്ലാ പ്രവർത്തനങ്ങളും എല്ലാവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ശ്രീ CG സതീഷ് കുമാറിനെ വളരെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. പുത്തങ്കാവ് കുംഭഭരണി മഹോത്സവം ഏതാനും വർഷങ്ങളായി ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചാണ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഓരോ ഉത്സവം കഴിയുമ്പോഴും പ്രകൃതിയിലേക്ക് വന്നു കൂടുന്ന മാലിന്യങ്ങൾ വളരെ വലുതാണ്. അത് പേപ്പറായിട്ടും മറ്റ് പാഴ്വസ്തുക്കളായിട്ടും എല്ലാം. അതിന് ഒരു പരിധിവരെ പരിഹാരം കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് വരുന്ന ഭക്തജനങ്ങളിൽ ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനുമായിട്ടാണ് ഗ്രീൻ പ്രോട്ടോകോൾ പ്രകാരം ഉത്സവം നടത്തുവാനായിട്ട് ഇതിന്റെ ഭാരവാഹികൾ ശ്രമിച്ചിട്ടുള്ളത്. 100% അത് വിജയത്തിലെത്തിയെന്ന് പറയുന്നില്ല. എങ്കിൽ തന്നെയും ഇന്നിപ്പോ ഉത്സവത്തിന്റെ അവസാന ദിവസമാണ്. ഇന്നലെ വൈകുന്നേരം വരെ നമ്മുടെ ഉത്സവപ്പറമ്പ് ഏറെക്കുറെ ക്ലീൻ ആയിട്ട് തന്നെയായിരിക്കുന്നത്. കാരണം ഇതിൽ ശ്രദ്ധിച്ചതെല്ലാം കച്ചവടക്കാരാണെങ്കിലും, പ്രത്യേകിച്ച് ഐസ്ക്രീം അതുപോലെ തന്നെ ബജ്ജി പോലുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടക്കാരെല്ലാം അവരുടെ കട അടച്ചു പോകുന്ന സമയം അവരുടെ കടയുടെ പരിസരത്തുള്ള മുഴുവൻ വേസ്റ്റും വാരി അവരുടെ ഉത്തരവാദിത്തത്തിൽ അത് കൊണ്ടുപോയി അവര് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചിന്ത നമുക്ക് ആളുകളിൽ എത്തിക്കാൻ സാധിച്ചു എന്നുള്ള വലിയ കാര്യം തന്നെയാണ്. അതോടൊപ്പം പലപ്പോഴും അത് ഐസ്ക്രീം കഴിക്കാൻ മേടിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേസ്റ്റുള്ള തൊട്ടടുത്തുള്ള ബിന്നിൽ കൊണ്ടുവിടാനായിട്ട് നമ്മുടെ ആളുകളും ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുന്നത് കൊണ്ട് നടത്തുന്നതിന്റെ വിജയമായിട്ട് തന്നെയാണ് കരുതുന്നത്. ഈ ഒരു ഉദ്യമത്തിന് വലിയ സപ്പോർട്ടായിട്ട് ഇത് മനസ്സിലാക്കി ഇപ്പോൾ പുത്തുകുരിശ് മർച്ചന്റ് അസോസിയേഷൻ മുന്നോട്ട് വരികയും ഉത്സവത്തിനിടയിലുള്ള ഒരു ചടങ്ങിൽ വെച്ചിട്ട് പുത്തുകുരിശ് മർച്ചന്റ് അസോസിയേഷൻ ക്ഷേത്രത്തിന്റെ ചുമതലയിലുള്ളവരെ ഒരു മൊമെന്റോ നൽകി ആദരിക്കാം എന്നുള്ള അഭിപ്രായം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നതിനായിട്ട് പുത്തുകുരിശ് മർച്ചന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ റെജിക്ക് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ക്ഷേത്രത്തിന്റെ കൺവീനർ ദിലീപ്,
മുൻ വൈസ് പ്രസിഡന്റ് തങ്കപ്പൻ ചേട്ടൻ, മുൻ പ്രസിഡന്റ് ഗോപാലേഷ് ചേട്ടൻ, മുൻ സെക്രട്ടറി സജീവൻ ചേട്ടൻ അടക്കം എല്ലാവരും ഈ സംഗീതോത്സവത്തിൻ്റെ വിജയത്തിനായിട്ട് അണിയറ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ എത്തിച്ചേർന്നിട്ടുള്ള കലാകാരന്മാരെയും ഭക്തജനങ്ങളെയും വളരെ സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട ക്ഷേത്രം പ്രസിഡന്റ് ശ്രീ CG സതീഷ് കുമാറിനെ അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, സദസ്സിലെ എല്ലാ പുത്തങ്കാവിലമ്മയുടെ ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ സ്റ്റേജ് 21ാമത് സംഗീതോത്സവം നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ 20 വർഷം മുമ്പ് ഇങ്ങനെ ഒരു പരിപാടിക്ക് ആവിഷ്കരണം നടക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമുക്ക് ഈ സമയത്ത് സ്മരിക്കാം. അതിനോടൊപ്പം തന്നെ ഈ 20 വർഷം ഈ സംഗീതോത്സവം നിലനിർത്തി കൊണ്ടുപോകാൻ സഹായിച്ച എല്ലാ നമ്മുടെ ക്ഷേത്ര ഭാരവാഹികളെയും നമുക്ക് സ്മരിക്കാം. പ്രത്യേകിച്ച് ഞാൻ അറിയുന്നത് 20 വർഷം മുമ്പ് സെക്രട്ടറി ആയിരുന്ന സജീവാണ് ഇതിന് മുൻകൈയെടുത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം തുടങ്ങി വെച്ചത്. നമ്മളിൽ ഏവർക്കും ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഷയത്തിൽ പ്രത്യേക താല്പര്യം ഉണ്ടാകും. അതിനെ നമുക്ക് കല എന്ന് വിശേഷിപ്പിക്കാം. നമുക്ക് അതെപ്പോഴും പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ട അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ആ ഒരു ഫീൽഡിൽ നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അത് സംഗീതമാകാം, ഡാൻസ് ആകാം, പഠിത്തമാകാം, കൃഷിയാകാം, അതെല്ലാം ഒരു കലയാണ്. അതിനോട് താല്പര്യമുള്ള ഒരാൾക്ക് താല്പര്യമുള്ള ഏതൊരു സബ്ജക്റ്റും അതിനോടൊരു കലാവാസനയുണ്ട്. നമ്മൾ രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഇതാണ്. നമ്മുടെ കുട്ടികളിൽ ഏത് കലയാണ് ഉള്ളത് അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാൻ ആ കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യണം. ഇന്ന് നമ്മുടെ സംഗീത കലയായിട്ട് ഉള്ള കുട്ടികൾക്ക് നല്ലൊരു വേദിയാണ് നമ്മുടെ അമ്പലത്തിലെ ഈ സംഗീതോത്സവ വേദി. ഇതേമാതിരി പല വേദികളും നമ്മൾ കിട്ടും. സംഗീതം അഭ്യസിക്കുന്നതും കലയോട് താല്പര്യമുള്ള എല്ലാവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരിൽ നിന്ന് ആ കല കൈമോശം വരാതെ കാത്തു സൂക്ഷിക്കാനും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെയുള്ള എല്ലാ കലാകാരന്മാർക്കും പുത്തങ്കാവലമ്മയുടെ എന്താ പറയുന്നത് അനുഗ്രഹം ഉണ്ടാകട്ടെ. അവർക്ക് ഉന്നതങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 21ാമത് കുംഭഭരണി സംഗീതോത്സവം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ പ്രശസ്ത സംവിധായകനായ വിഷ്ണു ശശിശങ്കറെ സാദരം ക്ഷണിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട ക്ഷേത്ര ഭാരവാഹികളും ആദരണീയരായ അതിഥികളും നമ്മുടെ പ്രിയപ്പെട്ട കലാകാരികളും എൻ്റെ സഹോദര സഹോദരിമാരും എല്ലാവരെയും നാട്ടുകാർ. പുത്തൻകുരിശ് അല്ലെങ്കിൽ പുത്തൻകാവ് എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞാൻ കഴിഞ്ഞ എല്ലാ തവണയും ഈ പറഞ്ഞ സംഗീതം അറിയുമെന്നറിയില്ല, ഞാൻ വരാറുണ്ട്. പക്ഷേ അതിഥി ആയിട്ടല്ല വരാറ്, ആ കൂട്ടത്തിലൊരു കാണിയായിട്ടാണ് വരാറ്. അല്ലെങ്കിൽ ഞാൻ 1-2 ഗസ്റ്റുകളെ കൊണ്ടുവരാറുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഇരുന്ന് ഈ പ്രോഗ്രാം കാണാറുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ഉദ്ഘാടകനായിട്ട് വിളിച്ചതിൽ ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും എല്ലാവരോടും അറിയിക്കുന്നു. എന്നെ സംബന്ധിച്ച് പുത്തൻകാവ് ഒരു ആരാധനാലയം മാത്രമല്ല, നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒരു പുണ്യ കേന്ദ്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള എല്ലാ ഉത്സവമാണെങ്കിലും തൂക്കമാണെങ്കിലും എല്ലാ തവണയും ഈ ഉത്സവത്തിലും ഈ അമ്പലപ്പറമ്പിലും നടന്ന് കാണുന്ന എൻജോയ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഇത്തവണയൊക്കെ വരുമ്പോൾ എന്നെ ഒരു വേറൊരു രീതിയിലാണ് ആൾക്കാർ നോക്കുന്നത്. അപ്പം എനിക്ക് അങ്ങനെ കാണുമ്പോൾ ആ പഴയ രീതിയിലൊന്നും ഓടി പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അതിനിപ്പോൾ 1-2 പടങ്ങൾ ചെയ്യാതിരുന്ന് ഇപ്പം അതൊക്കെ ശേഷം വരാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ വാക്കുകൾ ഞാൻ സോറി പറയണം, കാരണം ഞാൻ അങ്ങനെ വേദികളിൽ അധികം സംസാരിക്കാത്തൊരു വ്യക്തിയാണ്. പിന്നെ 21ാമത്തെ കുംഭഭരണി സംഗീതോത്സവം, 21 വർഷത്തെ ഈ ഒരു ട്രഡീഷൻ ഇത് ഇപ്പോഴും നടത്തിക്കൊണ്ട് പോകുന്നതുകൊണ്ട് ഞാൻ അമ്പല കമ്മിറ്റിക്കാരോട് ആദ്യമേ എൻ്റെ താങ്ക്സ് പറയുന്നു. കാരണം വരുന്ന ഒരുപാട് ചെറു കലാകാരന്മാർക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് അമ്പലം സൈഡിൽ നിന്ന് കൊടുക്കുന്നത് പറയുമ്പോൾ തന്നെ വലിയൊരു കാര്യമല്ലേ. പിന്നെ സംഗീതത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് അതൊരു ദൈവികമായിട്ടൊരു ഭാഷയാണ്. ഭാഷയും മതത്തെയും അതിജീവിച്ച് ഒരു എന്താ പറയുക, നമ്മുടെ ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ശക്തി. അതാണ് എന്നെ സംബന്ധിച്ച് സംഗീതം. ഈ പരിപാടി സംഘടിച്ച എല്ലാ ഭാരവാഹികളും സ്പോൺസർമാർക്കും പിന്നിൽ പ്രവർത്തിച്ച ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഇനി മനോഹരമായ 29ാമത് കുംഭഭരണി സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. സ്നേഹപൂർവ്വം നന്ദി പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. അടുത്തതായി പുത്തൻകുരിശ് മർച്ചൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ റിജി. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. മർച്ചൻസ് അസോസിയേഷനുമായി ക്ഷേത്രത്തിന് നല്ല ബന്ധമാണുള്ളത്. ക്ഷേത്രത്തിലെ ദീപാലങ്കാരങ്ങൾക്കെല്ലാം സാധാരണ രീതിയിൽ നമ്മൾ അവാർഡ് നൽകി വരാറുണ്ട്. ഇത്തവണ ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ച് ക്ഷേത്രത്തിൽ ഉത്സവം നടത്തുന്നതിന് പൂർണ്ണമായ മർച്ചൻസ് അസോസിയേഷന്റെ പൂർണ്ണമായ പിന്തുണയും സഹായവും അനുമോദനവും നമുക്കുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രീ റിജിയെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയരായ ക്ഷേത്രം ഭാരവാഹികളെ, ഇന്നിവിടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയ സുഹൃത്തും നാട്ടുകാരുമായ സിനിമാസമുദായം വിഷ്ണു അടക്കമുള്ള പ്രിയ ഭക്തജനങ്ങളെ, ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം നമ്മുടെ ഗവൺമെന്റ് മാലിന്യമുക്ത കേരളത്തിന് വേണ്ടിയിട്ട് ഒരു വകുപ്പ് തന്നെ ഉണ്ടാക്കി വളരെയധികം പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഫലം കാണാതെ വന്നിരിക്കുന്ന ഈ ഒരു അവസരത്തില് ഈ ക്ഷേത്രം എനിക്ക് തോന്നുന്നു 2018-19 കാലഘട്ടങ്ങളിൽ ഒരു 6-7 വർഷങ്ങളോളമായി ഞങ്ങളുടെ ഏറ്റവും പ്രിയങ്കരനായ കമ്മിറ്റി മെമ്പറായ ശ്രീ വിജയന്റെ തന്നെ നേതൃത്വത്തിൽ പുത്തൻകാവ് ഈ കുംഭഭരണി മഹോത്സവത്തെ ഗ്രീൻ കേരള ഏറ്റവും കൂടുതൽ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് അത് ഈ അമ്പലപ്പറമ്പിൽ നിന്ന് നീക്കുന്ന ഒരു പ്രവൃത്തി ഏറ്റവും ശ്ലാഘനീയമാണ്. ഒരു ഗവൺമെന്റ് പോലും വിചാരിച്ചിട്ട് ഇത്ര ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ 10,000-കണക്കിന് ഭക്തർ ദിവസങ്ങളോളം വന്നു പോകുന്ന ഈ പരിസര പ്രദേശത്തെ ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കാൻ കാണിച്ചിരിക്കുന്ന ഈ നല്ല മനസ്സിനെ ഏറ്റവും ഞാൻ ഏറ്റവും ആദരവോടുകൂടി അഭിനന്ദിക്കുകയാണ്. ഒപ്പം ഇത് ഈ ക്ഷേത്ര മുറ്റത്ത് അല്ലെങ്കിൽ ക്ഷേത്രപ്പറമ്പിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ വീടുകളിലേക്ക് കൂടി അത് വ്യാപിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രദേശത്തെ ഒരു മാലിന്യ വിമുക്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ക്ഷേത്രം ഭാരവാഹികളെ എല്ലാം നിറഞ്ഞ മനസ്സോടെ പുത്തൻകുരിശ് മർച്ചന്റ് അസോസിയേഷന് വേണ്ടിയിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇത്ര നല്ലൊരു മനസ്സ് കാണിച്ച ക്ഷേത്രം ഭാരവാഹികൾ ഒരു ഉപഹാരം മർച്ചന്റ് അസോസിയേഷന് വേണ്ടി ഞാൻ ഈ വേദിയിൽ വെച്ച് നൽകുകയാണ്. നന്ദി.
ക്ഷേത്രം ഭാരവാഹികൾ വന്ന് കൈപ്പറ്റേണ്ടതാണ്. ഭഗവതി ക്ഷേത്രത്തിന് വേണ്ടി മർച്ചൻസ് അസോസിയേഷനോട് നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ചീഫ് ഗസ്റ്റിന് ചെറിയൊരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് സി ജി സതീഷ് കുമാറിനെ ക്ഷണിക്കുന്നു. ആ സ്വീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ പ്രധാന അതിഥിയെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന ചടങ്ങ് ഇതോടുകൂടി സമാപിക്കുകയാണ്. ഉടൻ തന്നെ ചന്ദ്രമാഷയുടെ നേതൃത്വത്തിലുള്ള പക്കമേളത്തോടുകൂടി നമ്മുടെ സംഗീതാർച്ചന കാര്യങ്ങൾ തുടങ്ങുകയാണ്. ഇന്നത്തെ സംഗീത ഉത്സവ വേദിയിൽ വയലിൻ ചന്ദ്രൻ രാമമംഗലം, മൃദംഗം ബാബു കിഴക്കമ്പല, കീബോർഡ് ബിറ്റു വാളക. ആദ്യമായി